ഈ ബംഗ്ലാദേശിലെ പ്രശ്നങ്ങളൊന്നും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇനി ഇന്ത്യയുമായി ബംഗ്ലാദേശിൻ്റെ ഒരു ബന്ധം എങ്ങനെയായിരിക്കും, ഏത് തരത്തിലാവും? അല്ല, വളരെ അസാധാരണമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ മുഹമ്മദ് യൂനസ്, അങ്ങനെ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി എന്ന് വിളിക്കാൻ പറ്റില്ല, അഡ്വൈസറാണ്. കാരണം അഡ്വൈസർ എന്ന് പറയുന്ന ഒരു പദവി ബംഗ്ലാദേശിൻ്റെ ഭരണഘടനയില്ല. അയാളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രസ്താവന വന്നു, വല്ലാതെ ഇന്ത്യയെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയാണ്. അതായത് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണല്ലോ, ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടർന്നോട്ടെ, ഞങ്ങൾ കുറേ 36 കേസ്, കൊലക്കേസ് ഉൾപ്പെടെ അവരുടെ പേരിൽ എടുത്തിട്ടുണ്ട്, ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഇന്ത്യ തരേണ്ടി വരും, അതുവരെ അവിടെ തുറന്നോട്ടെ, ഒരക്ഷരം മിണ്ടരുത്. ഭീഷണിപ്പെടുത്തുക, ഹസീനെ ഭീഷണിപ്പെടുത്തുക. പക്ഷേ ഇന്ത്യക്കെതിരെയും ഭീഷണിയുണ്ട്. കാരണം ഹസീനയോട് പറയുകയാണ്, നിങ്ങൾ മിണ്ടാതിരുന്നാൽ, നിങ്ങൾ അവിടെ ഇരുന്ന്. ഹസീന ആകെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടി ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഹസീന ആകെ പറഞ്ഞത് ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾ, ആ കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, ഇതൊക്കെ അവസാനിപ്പിക്കണം, ഇതൊക്കെ തെറ്റാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇറക്കിയത്. അതല്ലാതെ ഒന്നും ഹസീന പറഞ്ഞിട്ടില്ല. അങ്ങനെ അതിൽ ഇടപെടേണ്ടെന്ന് ഇന്ത്യയും പറഞ്ഞിട്ടുണ്ടാവാം. ഹസീന മൗനത്തിലിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ പറയുന്നത് ഹസീന ഇങ്ങനെ ഞങ്ങളെ ആകെ ബുദ്ധിമുട്ടിക്കുന്നു, എന്തൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യ തിരിച്ചു തരേണ്ടി വരും, അതുകൊണ്ട് ഹസീന മിണ്ടരുത്, മിണ്ടാതിരുന്നാൽ ഞങ്ങൾ ക്ഷമിക്കും. എവിടെ? ട്രയലിന് വേണ്ടി, വിചാരണയ്ക്ക് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വരെ. ഇത് വേണമെങ്കിൽ ഹസീനയ്ക്കെതിരെയുള്ളതാണെന്ന് പറയാം. പക്ഷേ അടുത്ത ഭാഗം അങ്ങനെയൊന്നുമല്ല. ഹസീന ഇല്ലാത്ത ബംഗ്ലാദേശ് എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ പോലെ ആകുമെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. പക്ഷേ അതിനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യരുത്. ഇന്ത്യ സപ്പോർട്ട് ചെയ്താൽ നമ്മൾ തമ്മിലുള്ള ബന്ധം വഷളാകും. അപ്പോൾ കറക്റ്റ് ഭീഷണിയാണ്. അതെ, ആര് ഇത് ആനയുടെ മുന്നിൽ ചെന്നിട്ട് ഉറുമ്പ് ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുന്ന പോലെ ഈ ബ്ലേഡ് കമ്പനി നടത്തി ആളുകളെ, നാട്ടിലുള്ള പെണ്ണുങ്ങളെ മുഴുവൻ കടക്കണിയിലാക്കി രാജ്യം വിട്ട ആളാണ്. ഒടുവിൽ രാജ്യം വിടേണ്ടി വന്ന ആളാണ് മുഹമ്മദ് യൂനസ്. അറിയാമല്ലോ, പുള്ളിയാണ് ഈ സ്വയം സഹായ സംഘങ്ങൾ, SH ഗ്രൂപ്പുകളിൽ ലോകത്താദ്യമായി തുടങ്ങുന്നത്. മറ്റേ അമേരിക്കയുടെ ഫണ്ട് കൊണ്ടാണ് ഈ പരിപാടി തുടങ്ങി. അത് തുടങ്ങി നാട്ടിലുള്ള ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ മുഴുവൻ സ്ത്രീകളെയും സാമ്പത്തിക കെണിയിൽ വീഴ്ചു. പിന്നെ ഒരു ബാങ്ക് തുടങ്ങി. അങ്ങനെ ബംഗ്ലാദേശിലെ ബാങ്കുകളെ തകർക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഹസീന അധികാരത്തിൽ വരുന്നു. ഇയാൾക്ക് നിൽക്കക്കളിയില്ലാതെ രാജ്യം വിട്ടു പോകേണ്ടി വന്നു. അപ്പോൾ ഇയാൾ നടത്തുന്ന പ്രവർത്തനം കണ്ടിട്ട് അങ്ങനെയാണല്ലോ മാക്സസെ അവാർഡ്, നൊബൽ സമ്മാനമൊക്കെ കൊടുത്തു. അങ്ങനെ അമേരിക്കയുടെ വിശ്വസ്തനായിട്ട് ഇയാൾ വിദേശത്ത് കഴിയുമ്പോഴാണ് ബംഗ്ലാദേശിൽ ഈ കലാപം ഉണ്ടാകുന്നത്. കലാപം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു മിശിഹായെ പോലെ ഇയാളെ കൊണ്ടുവരുന്നു. അമേരിക്കയുടെ വിശ്വസ്തനായ അയാളെ കൊണ്ടുവരുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ്, അമേരിക്കയ്ക്ക് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയെ ഉപയോഗിച്ച് നടത്തിയ ഒരു കലാപമാണ്. അമേരിക്കയ്ക്ക് ബംഗ്ലാദേശ് മുഴുവനൊന്നും വേണ്ട, ബംഗ്ലാദേശിൻ്റെ ഒരു ഭാഗം മതി. ബംഗ്ലാദേശിൻ്റെ ഒരു ഭാഗം, ബംഗാളിൻ്റെ ഒരു ഭാഗം, മണിപ്പൂരിൻ്റെ ഒരു ഭാഗം ഒക്കെ ചേർത്തിട്ട് ഒരു രാജ്യമുണ്ടാക്കുക. വേണ്ടി വന്നാൽ കുക്കികൾക്ക് ആയുധം കൊടുക്കുന്നത് അമേരിക്കയാണ്. ചൈനയുടെ ആയുധം കിട്ടുന്നുണ്ട്, മയക്കുമരുന്ന് സ്വാധീനമുണ്ട്, ജോർജ് സോറോസ് ഉണ്ട്. അവർക്ക് വേണ്ടത് ഒരു കുക്കി ലാൻഡ്, കുക്കി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും അമേരിക്കയുടെ അജണ്ടയാണ്. അപ്പോൾ അവിടെ ഒരു ക്രിസ്ത്യൻ രാജ്യം ഇതിനിടയ്ക്ക് വേണം. കാരണം ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടായാൽ അമേരിക്കയ്ക്ക് സ്വതന്ത്രമായി സർവ്വസ്വാധീനവും ചെലുത്തി എല്ലാ സർവൈലൻസും അവിടെ നിന്ന് നടത്താം. ഈ മേഖല മുഴുവൻ അമേരിക്കയുടെ നിരീക്ഷണത്തിലാവും. അവിടെ ഒരു സൈനിക താവളം ഉണ്ടാവും. ഇതാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ നിൽക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മുഹമ്മദ് യൂനസ് പറയുന്നത്. അപ്പോൾ മുഹമ്മദ് യൂനസിൻ്റെ കാര്യത്തിൽ ബംഗ്ലാദേശിനൊരു ഭരണഘടന ഉണ്ടെന്നാണ് പറയുന്നത്. ഭരണഘടന ഉണ്ടെങ്കിൽ ഭരണഘടന ഒരിക്കലും അഡ്വൈസർമാരില്ല. അവിടെ പ്രധാനമന്ത്രി, മന്ത്രിമാരൊക്കെ ഉള്ളു. പക്ഷേ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ചീഫ് അഡ്വൈസർ, അതിന് താഴെയുള്ള അഡ്വൈസർമാരെന്നൊക്കെ പറഞ്ഞ ഒരു ചീഫ് അഡ്വൈസറുടെ ഒരു ഫോറമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവർക്ക് ബംഗ്ലാദേശ് ഭരണഘടന പ്രകാരം എന്താണ് അധികാരം എന്നറിയില്ല. ജനാധിപത്യത്തെക്കുറിച്ചാണ് ഈ മുഹമ്മദ് യൂനസ് പറയുന്നത്. അയാൾ പ്രധാനമന്ത്രി പോലുമല്ല. അങ്ങനത്തെ ഒരു പോസ്റ്റ് രാജ്യത്തില്ല, രാജ്യത്തെ ഭരണഘടനയിലില്ല. പിന്നെ ഇയാൾ എങ്ങനെ അവിടുത്തെ ഭരണാധികാരിയാവുന്നു എന്നുള്ള ചോദ്യമുണ്ട്. അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. പക്ഷേ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതത്ര കാര്യമായി എടുക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഇന്ത്യക്കാർ അതിർത്തി നിന്ന് ഒരു SP പോസ്റ്റിൽ കണ്ട ഇന്ത്യക്കാർ അതിർത്തി പോയെന്ന് മൂത്രം ഒഴിച്ചാൽ ഒലിച്ചു പോകുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ഒരു പിണ്ണാക്കും ഓർക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ത്രിപുരയിൽ നന്നായിട്ട് മഴ പെയ്തപ്പോൾ 8 ജില്ല വെള്ളത്തിൽ മുങ്ങിപ്പോയി. അതെ, അതിനും പറയുന്നത് ഇന്ത്യ അവിടെ വെള്ളം ഒഴിച്ചു. ഇന്ത്യ പറയുന്നത് പെട്ടെന്ന് മഴ പെയ്തു, 3:10 വരെ ഞങ്ങൾ ഇതിൻ്റെ മഴയുടെ മുന്നറിയിപ്പ് കൊടുത്തു. അത് കഴിയുമ്പോൾ കറണ്ട് പോയി, പിന്നെ അറിയിക്കാൻ മാർഗ്ഗമില്ലായിരുന്നു. ഏതായാലും ഇന്ത്യ വിചാരിച്ചാൽ ബംഗ്ലാദേശ് വെള്ളത്തിലാണെന്നുള്ളത്, അല്ലെങ്കിലും വെള്ളത്തിലാണ്, ഇനി അകത്തും പുറത്തും വെള്ളം എന്ന തരത്തിലേക്ക് മാറും. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് അത്ര നല്ലതല്ല. അപ്പം ഹസീന ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ ഇന്ത്യക്കും ബംഗ്ലാദേശിനും നല്ലതല്ലെന്നാണ് പറഞ്ഞത്. ഹസീന ഇവിടെ നിന്ന്
വല്ലതും പറഞ്ഞ് ഇന്ത്യക്ക് നല്ലതല്ല എന്ന് പറഞ്ഞാൽ ഈ മുഹമ്മദ് യൂനസ് എന്ന് പറഞ്ഞാൽ ഈ പരട്ടക്കിളവനാരാ? ആലോചിക്കണ്ടേ? നമ്മുടെ ഇന്ത്യയെ വെല്ലുവിളിക്കുകയാണ്. ഹസീന നിങ്ങളുടെ രാജ്യത്തിരുന്ന് വല്ലതും പറഞ്ഞ് ഇന്ത്യക്ക് നല്ലതല്ല എന്ന് പറഞ്ഞ് എക്സ്ട്രാ ഓർഡിനറി പവേഴ്സ് ഉണ്ടെന്ന് ഭാവിക്കുന്ന എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടിരിക്കുന്നതാണ്. അവിടുത്തെ ഭരണഘടനയ്ക്ക് പുറത്താണ് ഇയാൾക്ക് സ്ഥാനം. ഇയാൾക്ക് ഭരണഘടനയിലെ ഒരു ആർട്ടിക്കിളോ ഒരു വകുപ്പോ ഇങ്ങനൊരു ചീഫ് അഡ്വൈസറുടെ പോസ്റ്റ് പറയുന്നില്ല. നിയമപരമായിട്ട് ഒരു പരിരക്ഷയില്ല. എന്നാൽ ഇയാളാണ് ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത്, എല്ലാം ചെയ്തത്. അപ്പോൾ വല്ലാത്തൊരു പ്രഹസനത്തിലേക്ക് മാറുന്ന ഒരു ഭരണ സംവിധാനം നിൽക്കുകയാണ് ബംഗ്ലാദേശിൽ. ആ ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ഭരണാധികാരി എന്ന് ഭാവിക്കുന്ന ഈ കിഴവൻ പറയുകയാണ്, ഹസീന ഇവിടെ ഇരുന്ന് വല്ലതും പറഞ്ഞാൽ ഞങ്ങൾക്കും ഇന്ത്യയെ നിങ്ങൾക്കും ദോഷമാണ്. ഇയാളെന്താ ഇന്ത്യയുടെ മൂക്കി ചെത്തുക? ഈ നമുക്ക് റഫേൽ അതുപോലെ തന്നെ തേജസ് യുദ്ധവിമാനങ്ങളൊക്കെ ഉള്ള കാര്യം അവർക്ക് അറിയില്ലായിരിക്കുമോ? എന്നും വേണ്ടത് ഞാൻ മറ്റേ ത്രിപുരയിലെ ഡാം തുറന്നാൽ ഇയാൾ ഒഴുകിച്ച് അറബിക്കടലിൽ പോകുന്നത് ഇയാൾക്കറിയില്ലേ? അപ്പം ഞാൻ പറയുന്നത്, അങ്ങനെ മുഹമ്മദ് യൂനസ് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട്. ആ മുഹമ്മദ് യൂനസിന് അയാളുടെ പരിമിതികൾ അറിയാം. അയാൾ ഭരണഘടനാപരമായ അധികാരങ്ങളുള്ള ആളല്ല എന്നറിയാം. അയാളെ ഒരു പാവയാക്കി ഇറക്കുമതി ചെയ്താണെന്നറിയാം. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തോട് മുട്ടാൻ പോയിട്ട് മുട്ടുന്നത് ആലോചിക്കാൻ പോലുള്ള ശേഷിയില്ലെന്നറിയാം. എന്നിട്ടും ഇന്ത്യക്കെതിരെ ഭീഷണി സ്വരത്തിൽ മുഹമ്മദ് യൂനസ് സംസാരിക്കുന്നു എങ്കിൽ പിന്നിലെന്തുകൊണ്ട്? അത് മുഹമ്മദ് യൂനസിൻ്റെ വേണം പറയാം. അത് ജൽപ്പനം, ഒരു വയസ്സൻ 90 കഴിഞ്ഞ ഒരു കിഴവൻ്റെ ജൽപ്പനമായിട്ട് തള്ളിവിടുക എന്ന് പറയാം. പക്ഷേ ഒരു രാജ്യാന്തര പൊളിറ്റിക്സിനകത്തുണ്ട്. മുഹമ്മദ് യൂനസ് തൻ്റെ എല്ലാ പരിമിതികളും കൃത്യമായി അറിയാവുന്ന അതീവ ദുർബലനായ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി പോലും അല്ലാത്ത ഒരാൾ. അയാൾ ഇന്ത്യക്കും ദോഷം ചെയ്യുമെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്. ബംഗ്ലാദേശിനെ സംബന്ധിച്ച് എന്തോ ചില വാർത്തകൾ വരാനുണ്ട്. അത് കാത്തിരിക്കാനേ നമുക്ക് പറ്റുള്ളൂ. കാരണം ഈ സ്വരം സ്വാഭാവികമല്ല. ആരുടെയോ മൈക്കായിട്ട് മുഹമ്മദ് യൂനസ് മാറുകയാണ്. അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ എന്തോ സംഭവിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ കുറച്ചുകൂടെ തീക്ഷ്ണവും രൂക്ഷവുമായ എന്തോ സംഭവിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുഹമ്മദ് യൂനസ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നതെന്നാണ് പൊതുവിൽ നിരീക്ഷിക്കപ്പെടുന്നത്. പിന്നെ നമ്മുടെ പതിവ് പ്രയോഗം ഞാൻ പറയുകയാണ്, നമ്മുടെ പത്രങ്ങളിലൊന്നും ഇത് വാർത്തയല്ലാത്തതുകൊണ്ട് ആരും അറിയത്തില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡ് ചെയ്തത്. അതിൻ്റെ ബാക്കി വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശ് ഇത്തരത്തിലൊരു ആരോപണം, അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഒരു സാധനം ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അമേരിക്ക ആയിരിക്കുമെന്ന് നമുക്കറിയാം. കാരണം അമേരിക്കയാണ് ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ, ഈ അട്ടിമറിയുടെയൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ താലിബാൻ ഭരണകൂടം പോലെ എന്തെങ്കിലും ഒന്ന് സൃഷ്ടിച്ചിട്ട് ഇന്ത്യയെ ഞെട്ടിക്കും, അതായിരിക്കും. ഇന്ത്യയെ ഞെട്ടിക്കാനല്ല, ഇന്ത്യ ഞൊട്ടാൻ പോലും പറ്റൂല. പക്ഷേ അങ്ങനെയല്ല. ഈ അമേരിക്കയ്ക്ക് ഒരു ക്രിസ്ത്യൻ രാജ്യം വേണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. നേരത്തെ ഹസീന ഇരിക്കുമ്പോൾ ഹസീനയുടെ ആവശ്യപ്പെട്ടു കുറച്ച് സ്ഥലത്താ ഞങ്ങളവിടെ മ്യാൻമറിൻ്റെ കുറച്ച് മേടിക്കാം, ഇന്ത്യയുടെ കുറച്ചെടുക്കാം. അങ്ങനെ അവിടെ ഒരു ഇന്ത്യക്കും മ്യാൻമറിനും ബംഗ്ലാദേശിനും ഭൂട്ടാനും ഇടയ്ക്ക്. ഭൂട്ടാനോട് അമേരിക്കയ്ക്ക് പ്രത്യേക ദേഷ്യമുള്ള രാജ്യമാണ്. കാരണം ഭൂട്ടാൻ ഇന്ത്യയുടെ സാമന്ത രാജ്യമാണ്. അവരുടെ വിദേശകാര്യം നോക്കുന്ന നമ്മളാണ്, അവരുടെ പ്രതിരോധം നോക്കുന്ന നമ്മളാണ്. അമേരിക്കയ്ക്ക് അവിടെ എംബസി ഇല്ല. അതായത് ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിൽ ഈ ഭൂട്ടാനിൽ ഒരു ആക്സസ്, ആകെ അവിടെ ആക്സസ് ഉള്ളത് നമുക്ക് എംബസി ഒന്നും വേണ്ട, നമ്മുടെ ഒരു ബ്രാഞ്ചാണത്. അതുകൊണ്ട് പിന്നെ അവിടെ എംബസി ഉള്ളത് ഒമാന് മാത്രമാണ്. അമേരിക്കയ്ക്ക് കുവൈറ്റിന് മാത്രമാണ് അവിടെ എംബസി ഉള്ളത്. അപ്പോൾ അമേരിക്കക്കാർക്ക് അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഡൽഹിയിലുള്ള US എംബസിയിൽ വന്ന് വിസ പ്രോസസ് ചെയ്തിട്ട് വേണം ഭൂട്ടാൻ പോകാൻ, മ്യാൻമറിൽ പോകാൻ, ഭൂട്ടാനിൽ പോകാൻ. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു തരത്തിലും കയറാൻ പറ്റാത്ത ഒരു രാജ്യമാണ് ഭൂട്ടാൻ അല്ലേ. അപ്പോൾ ബംഗ്ലാദേശ് കഴിഞ്ഞു. അപ്പോൾ ഭൂട്ടാൻ അങ്ങനെ ഇന്ത്യയുടെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യം വേണ്ട. കാരണം ഞങ്ങളോട് ഒട്ടിച്ചേർന്നൊക്കെ നിന്നാൽ മതി. ഇപ്പോൾ ബംഗ്ലാദേശിന് ഇന്ത്യയോട് ഒട്ടിച്ചേർന്ന് ഹസീന ഇന്ത്യയോട് ഭയങ്കര ലോയലായിരുന്നു. അപ്പോൾ അത് വേണ്ട, ഞങ്ങൾ തകർത്തുള്ളൂ. ഇനി ഭൂട്ടാനാണ് അജണ്ട. പക്ഷേ ഈ ഭൂട്ടാൻ്റെ ഒരു ഭാഗം കൂടെ അടർത്തിയെടുത്ത് ഭൂട്ടാൻ, മ്യാൻമർ, പഴയ ബർമ്മ എന്ന് പറയുന്ന മ്യാൻമർ, ബംഗ്ലാദേശ് ഒക്കെ ചേർന്ന് ഒരു രാജ്യം ഉണ്ടായെടുത്താൽ അമേരിക്കയ്ക്ക് ഒരുപാട് താല്പര്യങ്ങൾ ചൈനയോട് തൊട്ട് ചേർന്നാണ്. മനസ്സിലായില്ലേ? ചൈനയോട് മുട്ടാം. അതുകൊണ്ട് എവിടെ കിട്ടും ഭൂമി? ഇപ്പോൾ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് ഹസീനയോട് ചോദിച്ചു, ഹസീന കൊടുത്തില്ല. ഇന്ത്യ സപ്പോർട്ട് ചെയ്തില്ല. ഇങ്ങനെയുള്ള ഒരു ജിയോഗ്രാഫിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അമേരിക്കയ്ക്കുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ നോക്കൂ, നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, ഇന്നത്തെ വാർത്ത, ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് മണിപ്പൂരിലെ NSG ഇറങ്ങിയതാണ്. ഇപ്പോൾ NSGക്ക് ആകാശത്തേക്ക് വെടിവെക്കാനുള്ള NSGക്കും അവിടുത്തെ കേന്ദ്രസേനകൾ 60,000 കേന്ദ്രസേന
അംഗങ്ങൾ മണിപ്പൂരിലുണ്ട്. അവർക്ക് ആകാശത്തേക്ക് ഫയർ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുക. അതായത് അവിടെ കുറച്ച് ദിവസങ്ങൾ ഡ്രോണുകൾ വന്ന് ആക്രമണം നടത്തും. ഇന്ത്യ റിസർവ് ബറ്റാലിയൻ്റെ 3 ബങ്കറുകൾ ഡ്രോണിൽ കൊണ്ടുവന്ന് ബോംബിട്ട് തകർത്തു. ഡ്രോൺ ആക്രമണം നടത്തി. അപ്പോൾ നോക്കുമ്പോൾ അത് നമ്മൾ ആ ഡ്രോണുകൾ നമ്മൾ പിടിച്ചെടുത്തു. സാധാരണ ഡ്രോണുകൾ എടുത്തിട്ട് അത് 5 കിലോമീറ്റർ പരിധിയൊക്കെ പോകാൻ പറ്റുന്ന ഡ്രോണുകളെ ഡെവലപ്പ് ചെയ്തു 15 കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാവുന്ന ഡ്രോണുകളാക്കി മാറ്റി. അത് മാത്രമല്ല 250 കിലോമീറ്റർ സ്പീഡിൽ വരെ മണിക്കൂറിൽ സഞ്ചരിക്കാൻ തരത്തിലേക്ക് അത് അഡ്വാൻസ് ചെയ്തു. അപ്പോൾ അത്തരം ഒരു ടെക്നോളജി ഈ കുക്കി ആദിവാസികൾക്കുണ്ടാവുമെന്ന് കരുതുന്നില്ല. അപ്പോൾ കുക്കികൾക്ക് ഡ്രോണുകൾ കിട്ടി. ഇനി ഡ്രോണുകളെ വെടിവെക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നമ്മുടെ സേനയ്ക്ക് അധികാരം കൊടുത്തിരിക്കുക. പക്ഷേ ആലോചിക്കണം, ഡ്രോൺ എന്തൊക്കെ ഇന്നിപ്പോൾ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് ഡ്രോണുകൾ. കാരണം ഒരു സ്ഥലത്തേക്ക് ഒരു വലിയ ജെറ്റ് വിമാനം അയക്കുക എന്ന് പറഞ്ഞാൽ അതിന് 100 കണക്കിന് കോടി രൂപ വിലയുണ്ട്. പക്ഷേ ഒരു ഡ്രോണിനൊക്കെ 5000 രൂപയൊക്കെ വിലയുള്ളൂ. ഒരു ആൾനാശം ഉണ്ടാകത്തില്ല. ഒരു 100 ഡ്രോൺ അങ്ങ് വിടുന്നു. എന്തുമായിട്ട്? റോക്കറ്റും ബോംബും ഒക്കെ ആയിട്ട് വിടുന്നു. വെടിവെച്ചിടുമ്പോൾ ചിലപ്പോൾ 100 എണ്ണം പോകുമ്പോൾ ഒരു 10-25 ഒക്കെ വീഴാതെ അവശേഷിക്കും. എല്ലാത്തിനും ഒരേപോലെ തകർക്കാൻ പറ്റില്ല. കൂട്ടത്തോടെ വെട്ടുകളി പോലെ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് യുദ്ധത്തിൽ വ്യാപകമായി ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡ്രോണുകളാണ്. ഇന്ത്യ ഇപ്പോൾ വലിയ തോതിൽ ഡ്രോണുകൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വാങ്ങുന്ന ഡ്രോണുകളുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്ന ഡ്രോണുകളാണ്. പക്ഷേ ഇന്ത്യയിൽ ഡ്രോൺ ഉണ്ടാക്കുന്ന കമ്പനികളോട് നമ്മുടെ സർക്കാർ പറഞ്ഞിരിക്കുന്നു ഇതിനകത്തൊന്നിലും ചൈനയുടെ ഒരു നട്ട് പോലും ഉണ്ടാകാൻ പാടില്ല. ചൈനീസ് പ്രൊഡക്റ്റുകളൊന്നും ഇത് ഡ്രോണുകൾ അസംബിൾ ചെയ്യാൻ ഉപയോഗിക്കാൻ പാടില്ല. ചൈനയുടെ ഒരു നട്ട് പോലും ഇല്ലാത്ത ഡ്രോണുകൾ വേണം ഉണ്ടാക്കാൻ. എന്നിട്ട് വേണം അത് ഡിഫൻസിന് കൊടുക്കാൻ. നമ്മളും 10,000 കണക്കിന് ഡ്രോണുകൾ വാങ്ങാൻ പോകാം. അപ്പോൾ വരുംകാല യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ ഡ്രോണുകൾ നയിക്കുന്ന ഒരു യുദ്ധമാണ്. അപ്പോൾ ഇന്ത്യക്കകത്ത് ഇന്ത്യൻ സേനയ്ക്ക് നേരെ ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് ഡ്രോണുകൾ ഉപയോഗിക്കുന്നു എന്നുള്ള അതീവ ഗുരുതരമായ, ശരിക്കും ഡ്രോൺ ആക്രമണം വ്യോമാക്രമണം തന്നെയാണ്. ഇന്ത്യ റിസർവ് ബറ്റാലിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈനിക ദളം തന്നെയാണ്. അതിനു നേരെ ഇന്ത്യൻ സ്റ്റേറ്റിലെ കുക്കികൾ, ഇവിടെ ഇടതുപക്ഷക്കാരും കുറേ കത്തോലിക്ക പുരോഹിതന്മാരും ഒക്കെ പറഞ്ഞില്ലേ, അയ്യോ കുക്കികൾ പാവാണേ, അവരെ കൊല്ലുന്നേ, അവർ മുഴുവൻ ക്രിസ്ത്യാനിയാണേ. അവന്മാരിപ്പോൾ ഡ്രോൺ ഉപയോഗിച്ച് ഇന്ത്യൻ ആർമിയെ ആക്രമിക്കുകയാണ്. പാവങ്ങളാണെന്ന് ഇപ്പോൾ എന്താ പറയാത്തത്? കാരണം ഇതിൻ്റെ പിന്നിൽ വേറെ താല്പര്യങ്ങളാണ്. അപ്പോൾ ഡ്രോണൊക്കെ ഉപയോഗിച്ച് കുക്കി സ്റ്റേറ്റ് എന്നൊരു ആലോചന ഇപ്പോൾ ഉണ്ടായി വരുന്നത്. കുക്കികൾക്ക് വേറൊരു രാജ്യം, അവർ ബങ്കർ ഉണ്ടാക്കുന്നു, ചെക്ക് പോസ്റ്റ് ഉണ്ടാക്കുന്നു, ഡ്രോൺ പ്രത്തി ആക്രമിക്കുന്നു, റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിക്കുന്നു, AK-47 ഉപയോഗിക്കുന്നു. നമ്മൾ കാണുന്ന വെറുതെ സമരക്കാരൊന്നുമല്ല കുക്കികൾ. വലിയ സഹായം കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ നമ്മുടെ അതിർത്തിയിൽ മൊത്തത്തിൽ ഇതിവിടുന്നൊക്കെ ബംഗ്ലാദേശുമായിട്ടുള്ള ആക്സസും വളരെ എളുപ്പമാണ്. അതിർത്തി പ്രദേശങ്ങളാണ്. അപ്പോൾ ഇത് മ്യാൻമറിൻ്റെ അതിർത്തിയാണല്ലോ. 400 കിലോമീറ്റർ മട്ടമുണ്ട് മ്യാൻമർ അതിർത്തി വേലിയില്ലാത്തത്. അപ്പോൾ അവിടെ നിന്ന് നേരത്തെ നമ്മൾ സംഭാഷണത്തിൽ പറഞ്ഞില്ലേ, ഗോൾഡൻ ട്രയാങ്കിൾ, ഇങ്ങോട്ട് 16 കിലോമീറ്റർ അങ്ങോട്ട് 16 കിലോമീറ്റർ, വിസയൊന്നും ഇല്ലാതെ ഇന്ത്യക്കാർക്കും മ്യാൻമറുകാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം. അപ്പോൾ ഈ ഒരു മേഖലയിൽ വലിയ കാലുഷ്യം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയ്ക്കാണ് ബംഗ്ലാദേശ് പതിവില്ലാതെ നാക്കുകൊണ്ട് ഈ കിഴവൻ ഇന്ത്യയെ ചൊറിഞ്ഞിരിക്കുന്നത്. ഇന്ത്യ അത് പോഴ എന്ന് പറഞ്ഞ് തട്ടിക്കളയോ അതോ ഇയാളുടെ തലമണ്ട അടിച്ച് പൊളിക്കുമോ എന്നും വരും ദിവസങ്ങളിൽ നമുക്കറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.